ഇത് ശരത്ത്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലാണ് താമസം. വോട്ടറാണ്, പക്ഷേ ഒറ്റ വോട്ടേ ചെയ്യാൻ സാധിക്കും. അതെന്താ അങ്ങനെയെന്ന് അശ്വിൻ. വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ വോട്ടറായ അവര് പക്ഷേ 3 പേർക്ക് വോട്ട് ചെയ്യാം. 1ഉം 3ഉം കണക്ക് ശരിയാവുന്നില്ലല്ലോ എന്ന് ജെയിംസിയും. വിഷമിക്കേണ്ട, പറഞ്ഞു തരാം. എങ്ങനെയാണ് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഡിസംബർ 9, 11 തീയതികളിലായിട്ടാണ് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് 1 വോട്ട് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. മറ്റിടങ്ങളിൽ ഒരാൾക്ക് 3 വോട്ടാണ് ഉണ്ടാവുക. 1 വോട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക്, 1 വോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക്, പിന്നെ 1 വോട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും. കേരളത്തിലാകെ 6 കോർപ്പറേഷനാണുള്ളത്, 87 മുനിസിപ്പാലിറ്റിയും. ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 പിന്നെ 152 ബ്ലോക്ക് പഞ്ചായത്തും 14 ജില്ലാ പഞ്ചായത്തുകളും ഉണ്ട്. വോട്ടറെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള പാച്ചിലിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ക്ലൈമാക്സിൽ ആരൊക്കെയെന്ന് ഡിസംബർ 13 അറിയാം. അത് ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് വോട്ടറായ നിങ്ങൾ ഓരോരുത്തരുമാണ്.